ഒരു ഡിസൈന് അതിൻ്റെ ഏറ്റവും കൃത്യമായിട്ട് തയ്യാറാക്കുന്നതിനുള്ള സീക്രട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിനെ പ്രോട്ടോ ടൈപ്പിംഗ് ടെക്നിക്ക് എന്നാണ് പറയുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ അതിനെ ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ഡിസൈനിൽ നിങ്ങളൊരു ഡിസൈൻ ആരംഭിക്കുന്നതിന് മുമ്പ് പ്രോട്ടോ ടൈപ്പിംഗ് ടെക്നിക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിസൈനെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും. പ്രോട്ടോ ടൈപ്പിങ്ങിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഫ്ലോ, അതിൻ്റെ ലുക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകും. ഒരു ഡിസൈൻ്റെ മോഡൽ അല്ലെങ്കിൽ ഫസ്റ്റ് വർക്കിംഗ് സാമ്പിളൊക്കെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്രോട്ടോ ടൈപ്പ്. ഇത് ഒരിക്കലും ഒരു ഫൈനൽ വെർഷൻ അല്ല കേട്ടോ, നിങ്ങൾ ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ടെമ്പററി വെർഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടോ ടൈപ്പ് ആദ്യമേ നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ്, ടൈറ്റിൽ, ലോഗോ, ഇമേജ്, ഇതൊക്കെ നിങ്ങൾ ആദ്യമേ ഒരുക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിനെയും ഇമേജിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഓവറോൾ ഡിസൈനിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്നാമത് നിങ്ങൾക്കൊരു പേപ്പറിൽ ഹാൻഡ് സ്കെച്ച് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ വേർഷൻ ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോട്ടോ ടൈപ്പിംഗ് ടെമ്പററി വെർഷനെ വളരെ ഭംഗിയായിട്ട് ഒരു ഡിസൈനാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോട്ടോ ടൈപ്പിംഗ് ടെക്നിക്ക് കൂടി അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.